ഹായ് ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദ വാണ്ടറിംഗ് എർത്ത് 2 എന്ന ചൈനീസ് സിനിമയുടെ കഥയാണ്. വാണ്ടറിംഗ് എർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ 2019 ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ പ്രീക്വലാണ് ഈ വാണ്ടറിംഗ് എർത്ത് 2 എന്ന സിനിമ. ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നേ നടന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ പറയുന്നത്. ഭൂമിയെ സോളാർ സിസ്റ്റത്തിൽ നിന്നും മാറ്റി മറ്റൊരു സോളാർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ് ഈ സിനിമയിൽ പറയുന്നത്. ദ വാണ്ടറിംഗ് എർത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ പറഞ്ഞിരുന്നത് ഭൂമിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതായിരുന്നു. പക്ഷെ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് അവർക്ക് പല വെല്ലുവിളികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. ഒന്നും പറയില്ല, കിടിലൻ സിനിമയാണ്, ഒന്ന് കണ്ടു നോക്കൂ. ഈ കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു പുതിയൊരു ടെക്നോളജിയെ കുറിച്ചിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാലോ, മനുഷ്യന്റെ അവസ്ഥ വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ മനുഷ്യന് ആയുസുള്ളൂ. ഈ മനുഷ്യൻ തന്നെയാണ് ഈ ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എല്ലാം കണ്ടെത്തുന്നത്. അങ്ങനെയുള്ള ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് അയാളുടേതായിട്ടുള്ള ഒന്നും തന്നെ ഭൂമിയിൽ അവശേഷിക്കത്തില്ല. അയാൾ കണ്ടുപിടിച്ച പല കാര്യങ്ങളും ഉണ്ടെങ്കിലും പിന്നീട് അയാളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ടെക്നോളജി വർദ്ധിക്കുന്നതിനനുസരിച്ച് കുറച്ച് സയന്റിസ്റ്റുകൾ ചേർന്നിട്ട് ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. അതിന് DLP എന്നാണ് പറയുന്നത്, അതായത് ഡിജിറ്റൽ ലൈഫ് പ്രൊജക്ട്. അതൊരു ചിപ്പാണ്. ഒരു മനുഷ്യൻ മരിച്ചു പോകുന്നതിന് മുമ്പ് അയാളുടെ മെമ്മറീസ് എല്ലാം ഒരു ചിപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. പിന്നീട് അദ്ദേഹം മരിച്ചു പോയി കഴിഞ്ഞാലും ആ ചിപ്പ് വെച്ചിട്ട് അദ്ദേഹത്തെ പുനർനിർമ്മിക്കാനും സാധിക്കും. ഇതാണ് ഈ പ്രൊജക്ട്. വളരെ സംഭവബഹുലമാണെന്നുണ്ടെങ്കിലും ഗവൺമെന്റ് ഈ പ്രൊജക്ടിനെ തീർത്തും അങ്ങോട്ട് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇത്രയും ഭാഗങ്ങളാണ് സിനിമയുടെ ആരംഭത്തിൽ കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ സിനിമയുടെ പ്രധാന പ്ലോട്ടിലേക്ക് പോവാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സൂര്യന്റെ ആയുസ് ഇനി ഏകദേശം 500 കോടി വർഷത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ തലമുറകൾക്കും അതിനുശേഷം വരാൻ പോകുന്ന കുറേയേറെ തലമുറകൾക്കും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് ഭൂമിയിലെ ആളുകൾ ചേർന്നിട്ട് ഒരു കാര്യം തിരിച്ചറിയുന്നത്. അതായത് സൂര്യന്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നടത്തിയ റിസർച്ചിൽ ഏകദേശം 100 വർഷത്തിനുള്ളിൽ സൂര്യൻ ഭൂമിയെ മൊത്തമായിട്ട് വിഴുങ്ങും എന്ന കാര്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മാത്രമല്ല 300 വർഷത്തിനുള്ളിൽ ഈ സോളാർ സിസ്റ്റം പൂർണ്ണമായിട്ട് നശിച്ചു പോവുകയും ചെയ്യും. മനുഷ്യരാണെന്നുണ്ടെങ്കിൽ താമസയോഗ്യമായ മറ്റൊരു ഗ്രഹവും കണ്ടെത്തിയിട്ടുമില്ല. അങ്ങനെ വന്നപ്പോൾ അവരുടെ മുന്നിൽ ആകെ ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് മൂവിംഗ് മൗണ്ടൈൻ പ്രൊജക്ട്. ഇതങ്ങനെ ഒരു രാജ്യം മാത്രം എടുത്ത തീരുമാനമല്ല. ഭൂമിയിൽ ഇതുപോലത്തെ ക്രൈസിസ് നടക്കുന്നതുകൊണ്ട് തന്നെ യുണൈറ്റഡ് എർത്ത് ഗവൺമെന്റ് എന്നു പേരുള്ള ഒരൊറ്റ ഓർഗനൈസേഷനാണ് ഭൂമി മൊത്തത്തിൽ ഭരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഭവമാണിത്. ഭൂമിയിൽ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ ഒക്കെ എല്ലാ തീരുമാനങ്ങളും ഇവരാണ് എടുക്കുന്നത്. UEG എന്നാണ് ഇതിനെ പറയുന്നത്. കുറെ കാലങ്ങളായിട്ട് ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി പല മാർഗങ്ങളും അവർ നോക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും ആർക്കും കുഴപ്പമില്ലാതെ ഭൂമിയെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴി അവരുടെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. അതാണ് ഈ മൂവിംഗ് മൗണ്ടൈൻ പ്രൊജക്ട്. ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമിയുടെ പല ഭാഗങ്ങളിലായിട്ട് 10,000 എഞ്ചിൻ ഘടിപ്പിക്കുക. എർത്ത് എഞ്ചിൻ എന്നാണ് ഇതിന്റെ പേര്. വളരെ വലുപ്പമുള്ളതും അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻസ് ആണിത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയെ നമ്മുടെ സൗരയൂഥത്തിൽ നിന്ന് തന്നെ മൂവ് ചെയ്യിക്കാൻ സാധിക്കും. അങ്ങനെ ഭൂമിയെ മൂവ് ചെയ്തിട്ട് ഏറ്റവും തൊട്ടടുത്തുള്ള സൗരയൂഥത്തിലേക്ക് കൊണ്ടുപോവുക. അതാണ് ഈ പ്രൊജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പ്രൊജക്ടിന്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടെ അവർ ചെയ്യുന്നുണ്ട്. അതായത് ഭൂമിയും ചന്ദ്രനും തമ്മിൽ പരസ്പര അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ചന്ദ്രന്റെ ഗ്രാവിറ്റി ഭൂമിയെ മൂവ് ചെയ്യിക്കുന്നതിൽ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ചന്ദ്രനെ ആദ്യം പിടിച്ച് മാറ്റണം. അതിനുവേണ്ടി 3 എഞ്ചിൻ ചന്ദ്രനിലും സ്ഥാപിച്ചിട്ടുണ്ട്. ആ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചിട്ട് ചന്ദ്രനെ മൂവ് ചെയ്യിക്കുക. അതോടൊപ്പം തന്നെ ഭൂമിയിലെ മുഴുവൻ എഞ്ചിനും പ്രവർത്തിപ്പിച്ചിട്ട് ഭൂമി അവിടെ നിന്ന് മാറ്റുക. ഇതാണ് ഇനി അവർ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് കാശുകളുള്ള പരിപാടിയാണിത്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകളും ഇതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല പല രീതിയിലുള്ള പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട്. പക്ഷെ ഉടനെ തന്നെ ഈ പ്രൊജക്ട് നടപ്പിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭൂമി മൊത്തത്തിൽ ഇല്ലാണ്ടാവും. അതുകൊണ്ട് തന്നെ ആരുടെയും എതിർപ്പൊന്നും വകവെക്കാതെ ഗവൺമെന്റ് ആണെങ്കിൽ ഈ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ വർഷം 2044 ഈ UEG ഉണ്ടല്ലോ, യുണൈറ്റഡ് എർത്ത് ഗവൺമെന്റ്, അതിന്റെ എല്ലാ ഹെഡ്ക്വാർട്ടേഴ്സും പല പല രാജ്യങ്ങളായിട്ടാണുള്ളത്. ഈ 2044 ആയപ്പോൾ ആ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ നേരെ പല ടെററിസ്റ്റ് അറ്റാക്കും നടക്കുന്നുണ്ട്. അവരെല്ലാവരും കൂടെ ഒരു അന്വേഷണം അതിന്റെ പിന്നാലെ നടത്തി കഴിഞ്ഞപ്പോൾ അത് ആ ഡിജിറ്റൽ ലൈഫ് പ്രൊജക്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന് മനസ്സിലായി. ഈ ഡിജിറ്റൽ ലൈഫ് പ്രൊജക്ട് ആണ് നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. അതായത് DLP. അത് ഗവൺമെന്റ് വേണ്ടാന്ന് വെച്ചാണല്ലോ. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ അറ്റാക്കൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയ പ്രശ്നം തന്നെ ലോകത്തുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ തൽക്കാലത്തേക്ക് ഈ മൂവിംഗ് മൗണ്ടൻ പ്രൊജക്ട് മാറ്റിവെച്ചാലോ എന്നാണ് പല രാജ്യത്തിലെ ആളുകൾ ചോദിക്കുന്നത്. പക്ഷേ ഈ പ്രൊജക്ട് ഉണ്ടാക്കിയത് ചൈനീസ് ഗവൺമെന്റ് ആണ്. അവരുടെ പ്രസിഡന്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രൊജക്ട് മാറ്റിവെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? സൂര്യൻ ഒരിക്കലും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല. അത് ഉടനെ തന്നെ ഭൂമിയെ വിഴുങ്ങും. അതുകൊണ്ട് ഈ അറ്റാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നേക്ക്. അതൊക്കെ ഒരു ഭാഗത്തുകൂടെ നടന്നോളൂ. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ പ്രൊജക്ട് മൂവ് ചെയ്യാനുള്ള വഴി നോക്ക് എന്നാണ് അയാൾ പറയുന്നത്. ഇനി കാണിക്കുന്നത് ഈ സിനിമയിൽ ഒരു നായകനെയാണ്. ഇവന്റെ പേര് ലിയു എന്നാണ്. ഇവരൊക്കെ പൈലറ്റിംഗ് ട്രെയിനിങ്ങിന് വന്ന ആൾക്കാരാണ്. ഒരു ഗ്യാങ് തന്നെയുണ്ട്. അവരെല്ലാവരും അവിടേക്ക് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ആ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത്
സമയത്താണ് ആ പ്രൊട്ടസ്റ്റ് നടത്തുന്ന ഒരാളിൽ ഒരുത്തൻ തീയും പിടിച്ചിട്ട് അവരുടെ അടുത്തേക്ക് വരുന്നത്. അത് കാണുമ്പോൾ ആ ട്രെയിനീസിന്റെ ഇടയിലുള്ള ഒരു പെണ്ണ് ചെന്നിട്ട് അയാളെ അറ്റാക്ക് ചെയ്തിട്ട് ഇടിച്ചു വീഴ്ത്തുന്നു. പെട്ടെന്നുള്ള അവളുടെ ആ മൂവ്മെന്റ് ഒക്കെ ലിയു ശ്രദ്ധിക്കുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ പെണ്ണിനെ അവന് ശരിക്കും ഇഷ്ടമായി. ഹാൻ എന്നാണ് അവളുടെ പേര്. അങ്ങനെ ആ സംഭവത്തിന് ശേഷം അവരെല്ലാവരെയും നേരെ കൊണ്ടുപോകുന്നത് സ്പേസ് എലിവേറ്ററിന്റെ അടുത്തേക്കാണ്. ഭൂമിയിൽ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു കൺസ്ട്രക്ഷൻ ആണത്. അതായത് ഭൂമിയിൽ നിന്നും 90,000 കിലോമീറ്റർ മുകളിൽ വരെ ഈ ലിഫ്റ്റിൽ പോകാൻ സാധിക്കും. ഇത് എന്തിനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് 3 എഞ്ചിൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അതിൽ ഒരു എഞ്ചിൻ ഘടിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഈ സ്പേസ് എലിവേറ്ററിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് അതിന്റെ തൊട്ടടുത്താണ്. അവിടെയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ആർക്ക് ഇരിക്കുന്നത്. അതിന്റെ പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ സെറ്റ് ആയതിനു ശേഷമാണ് ആ എഞ്ചിനിലേക്കുള്ള കാര്യങ്ങളൊക്കെ നടത്തുക. ഇപ്പൊ ഇവരങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആദ്യമായിട്ടാണ് സ്പേസിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത്രയും ദൂരം, ഈ 90,000 കിലോമീറ്റർ ദൂരം ഇവരെയും കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആദ്യത്തെ പോക്കിലൊന്നും ഇവർക്ക് ആ യാത്രയൊന്നും സെറ്റ് ആവത്തില്ല. അതുകൊണ്ട് അത് പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. വളരെ സംഭവബഹുലമായ ഒരു യാത്രയായിരുന്നു അത്. ആ പരിശീലനം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും അതിൽ സെലക്ഷൻ കിട്ടത്തില്ല. നമ്മളെങ്ങനെ അതിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഛർദ്ദിച്ചു കഴിയുകയാണെങ്കിൽ ആദ്യം അവൻ ഔട്ടാക്കും. ഇങ്ങനെയുള്ള കുറെ നിയമങ്ങളൊക്കെ ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെ ആ ട്രെയിനിങ് ഒക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഓരോ ദിവസം കൂടുന്തോറും നമ്മുടെ ലിയുവിന് ഹാനിനെ ഭയങ്കര ഇഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അവൻ അവളെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അവൻ വല്ലാത്ത രീതിയിൽ നെർവസ് ആണ്. അതുകൊണ്ട് തന്നെ അവൻ കാര്യം പറയുന്നതിന് മുമ്പേ അവൾ ആ പൂവൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെ അവന്റെ ആ പ്രൊപ്പോസൽ നല്ല രീതിയിൽ ചീറ്റി പോയിരിക്കുകയാണ്. മാത്രമല്ല ബാക്കിയുള്ള അവന്റെ മുഴുവൻ ക്രൂ മെമ്പേഴ്സും അവനെ നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ട്. അത് ചീറ്റി പോയെന്നുണ്ടെങ്കിലും ഹാന്റെ മനസ്സിൽ അവനോട് ശരിക്കും ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ആ പൂവ് കയ്യിൽ മേടിക്കുകയാണ്. പക്ഷെ അവർ ഇതുവരെയായിട്ടും പരസ്പരം ഇഷ്ടമാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ഇതേ സമയത്താണ് വേറൊരു കാര്യം സംഭവിക്കുന്നത്. ഈ UEGക്ക് 1000-ൽ പരം ഡ്രോൺസ് ഉണ്ട്. ഇത് സർവൈലൻസിനും അതുപോലെ അറ്റാക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടുത്തെ ഒരു സ്റ്റാഫ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ഡ്രോൺസ് മൊത്തം ആരോ ഹാക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരത് തിരിച്ചറിഞ്ഞപ്പോഴേക്ക് തന്നെ ആ ഗ്യാരേജിൽ ഉണ്ടായിരുന്ന മുഴുവൻ ഡ്രോണുകളും പുറത്തേക്ക് പറക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഡ്രോൺസ് ഉണ്ടായിരുന്നത്. അവയെല്ലാം കൂട്ടത്തോടെ ആകാശത്തേക്ക് പറന്നു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ കാണിച്ചിട്ടും അവർക്ക് അതിന്റെ കൺട്രോൾ വീണ്ടെടുക്കാൻ സാധിക്കുന്നില്ല. ഇതേ സമയം തന്നെ വേറൊരു പ്രശ്നം കൂടെ അരങ്ങേറാണ്. അതായത് ആ സ്പേസ് എലിവേറ്റർ ഉണ്ടല്ലോ, അതിൽ ഓരോന്നായിട്ട് ഹാക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവയെല്ലാം ഒരു കൺട്രോൾ ഇല്ലാണ്ട് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല. മാത്രമല്ല അതിനകത്തിരിക്കുന്ന ആളുകളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വർക്കാവുന്നില്ല. അതായത് ആർക്കും പരസ്പരം സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. ഈ സമയത്താണ് ലിയു ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് വേറെ കുറച്ച് ടീം ഇരിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ പേര് എഴുതി വെച്ചിരിക്കുന്നത് അവർ ധരിച്ചിരിക്കുന്ന സ്യൂട്ടിലാണ്. ഈ ലിയു നോക്കുമ്പോൾ അവന്റെ മുന്നിലിരിക്കുന്ന കുറെ ആളുകളുടെ പേര് ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ പേര് തന്നെയാണ്. അവന്മാരാണ് ഈ ഡ്രോണും അതുപോലെ ഈ എലിവേറ്റേഴ്സ് ഒക്കെ ഹാക്ക് ചെയ്തിരിക്കുന്നത്. അവരങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഇവന്മാരിരിക്കുന്ന റൂം മൊത്തം പൂട്ടിക്കളയുന്നു. അവർക്ക് അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. ഇതേ സമയം തന്നെ മറ്റേ ഡ്രോണുകൾ ഉണ്ടല്ലോ, അവയെല്ലാം കൂടെ കൂട്ടത്തോടെ ആകാശത്ത് നിരന്ന് നിൽക്കുകയാണ്. അങ്ങനെ ആ ഡ്രോണുകളൊക്കെ താഴെയുള്ള ആളുകൾക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഷൂട്ടിംഗ് മാത്രമല്ല നല്ല രീതിയിൽ തന്നെ ബോംബിംഗ് നടത്തുന്നുണ്ട്. ആ അറ്റാക്കിൽപ്പെട്ട് കുറെ ആളുകൾ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് ആർക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈ സമയത്താണ് ആ ടെററിസ്റ്റുകൾ ഉണ്ടല്ലോ, അവന്മാരെല്ലാവരും കൂടെ ഈ ലിയോനെ അയാളുടെ കൂട്ടത്തിലുള്ള ആളുകളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത്. അവരുടെ ലക്ഷ്യം ഇവരുടെ കയ്യിലുള്ള ആക്സസ് കോഡ്സ് ആണ്. അത് ഉപയോഗിച്ചിട്ട് ആ ആർക്ക് ISS ഉണ്ടല്ലോ, ഏറ്റവും മുകളിലുള്ള സെറ്റപ്പ്, അവിടെ നിന്നാണല്ലോ ചന്ദ്രനിലേക്കുള്ള ആ എഞ്ചിനൊക്കെ റെഡിയാക്കുന്നത്. അത് മൊത്തം തകർക്കാനാണ് ഇവന്മാരുടെ പ്ലാൻ. അതിനു വേണ്ടിയിട്ടാണ് ഈ ആക്സസ് കോഡ്സ് ഒക്കെ അവന്മാർ കളക്ട് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ കളക്ട് ചെയ്തിട്ട് അവന്മാർ അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് ലിയോ ഒരു കാര്യം ചെയ്യുന്നത്. അവൻ വേഗം തന്നെ ആ ഡോറിൽ ചെറിയ പണിയൊക്കെ ഒപ്പിച്ചിട്ട് അത് ഓപ്പൺ ആക്കുന്നു. അതിനുശേഷം അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയം തന്നെ താഴെയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഡ്രോണുകളൊക്കെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ താഴെയുള്ള ബാക്കിയുള്ള ആളുകൾ അവരുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ തിരിച്ചടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗംഭീര യുദ്ധമാണ് ഇപ്പൊ താഴെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഡ്രോണുകളെ തിരിച്ച് അവരുടെ കൺട്രോളിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള നാശമായിരിക്കും സംഭവിക്കുക. അതുകൊണ്ട് തന്നെ ആ ഡ്രോണുകളുടെയൊക്കെ കൺട്രോൾ തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് കൺട്രോൾ റൂമിലുള്ള ആൾക്കാരൊക്കെ. 550C എന്ന പേരിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ ആണത്. അതിന് അത്രത്തോളം സ്പീഡ് വരുന്ന മറ്റൊരു കമ്പ്യൂട്ടറും ഇല്ല. എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അതിലേക്ക് കണക്ട് ചെയ്യാനാണ് അവരിപ്പോ തീരുമാനിച്ചിരിക്കുന്നത്. ഇതേ സമയത്താണ് വേറൊരു പ്രശ്നം വരുന്നത്. കുറേയേറെ മിസൈലുകൾ ആ സ്പേസ് എലിവേറ്ററിന് നേരെ വരുന്നുണ്ട്. എല്ലാ സ്പേസ് എലിവേറ്റേഴ്സും തകർക്കാനാണ് അവരുടെ ശ്രമം. അത് കാണുന്ന ബാക്കിയുള്ളവരാണെങ്കിൽ ജെറ്റുകളിൽ അങ്ങോട്ട് പോയിട്ട് ഓരോരോ മിസൈലൊക്കെ തകർത്ത് എറിയുന്നുണ്ട്. എങ്കിലും കുറേയേറെ മിസൈൽസ് ഉണ്ടായിരുന്നത് അതെല്ലാം ഓരോരോ സ്പേസ് എലിവേറ്ററിലേക്ക് ചെന്നിട്ട് അവിടെ പറ്റി പിടിച്ചിരിക്കുകയാണ്. അതങ്ങനെ ജോയിന്റ് ആയി കഴിഞ്ഞാൽ അതിനകത്തൊരു ടെററിസ്റ്റ് ഉണ്ടല്ലോ, അയാളുടെ കയ്യിലാണ് അതിന്റെ ഡെറ്റനേറ്റർ ഇരിക്കുന്നത്. അതിൽ ഒരുത്തൻ വേഗം തന്നെ ആ ഡെറ്റനേറ്റർ ഓൺ ആക്കുന്നു. അതോടൊപ്പം തന്നെ ആ മിസൈല് പൊട്ടിത്തെറിച്ചിട്ട് ആ സ്പേസ് എലിവേറ്റർ പൂർണ്ണമായിട്ടും തകർന്നു പോകുന്നു. അങ്ങനെ അതെല്ലാം വളരെ വേഗത്തിൽ താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ലിയോ ആണെന്നുണ്ടെങ്കിൽ ഒരാളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫൈറ്റിനിടയിലാണ് ഒരു മിസൈൽ വന്നിട്ട് അവരുടെ എലിവേറ്ററിൽ കണക്ട് ആവുന്നത്. അത് കണ്ട ഉടനെ തന്നെ അയാൾ അതിന്റെ റിമോട്ട് എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ലിയോ അയാളെ ഇടിച്ച് തെറിപ്പിച്ച് കളയുന്നു. അയാൾ അത് പൊട്ടിക്കുന്നത് അവൻ തടഞ്ഞെങ്കിലും വേറെയും എലിവേറ്റേഴ്സ് ഉണ്ടല്ലോ, അതിലൊരു എലിവേറ്ററും ഇതേപോലെ ഒരു മിസൈൽ കണക്ട് ആയിട്ടുണ്ട്. അതിപ്പോ നേരെ ഏറ്റവും മുകളിലുള്ള
ആർക്കിലേക്കാണ് പോകുന്നത്. അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ അത് ആ ആർക്കിലേക്ക് ചെന്നിട്ട് അവിടെ ജോയിന്റ് ആവുന്നു. അതോടൊപ്പം തന്നെ അവിടെ ഒരു പൊട്ടിത്തെറി നടക്കാൻ തുടങ്ങി. ഇതേ സമയം തന്നെ ആ 550 കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ആ മുഴുവൻ ഡ്രോണുകളുടെയും കൺട്രോൾ വീണ്ടെടുത്തിട്ടുണ്ട്. ആ ഡ്രോണുകളൊക്കെ തിരിച്ച് അതിന്റെ സ്ഥലത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ബാക്കിയുള്ള എലിവേറ്റേഴ്സിന്റെ കൺട്രോളും അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഇപ്പൊ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. ആ ടെററിസ്റ്റ് ഒക്കെ എന്ത് പദ്ധതിയാണ് വിട്ടത് അതിപ്പോ അവർ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഏറ്റവും മുകളിലുള്ള ആ ആർക്ക് അവർ പൂർണ്ണമായിട്ടും തകർത്ത് കളഞ്ഞു. അതെല്ലാം ഇപ്പൊ താഴോട്ട് വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആ ആർക്ക് ഓഫ് ISS നേരെ താഴേക്ക് വന്ന് പതിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ഈ സ്പേസ് എലിവേറ്റേഴ്സ് എന്ന് പറഞ്ഞ സംഭവം പൂർണ്ണമായിട്ടും നശിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ ആക്രമണം കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് കെട്ടടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 3521 ആളുകളാണ് മരിച്ചത്. 5131 ആളുകൾക്ക് നല്ല രീതിയിൽ പരിക്കു പറ്റിയിട്ടുണ്ട്. ഈ DLPയെ സപ്പോർട്ട് ചെയ്യുന്ന ടെററിസ്റ്റുകളുടെ ഏറ്റവും വലിയൊരു ആക്രമണമായിരുന്നത് ആ സ്പേസ് എലിവേറ്റർ തകർക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. അത് അവർ വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നടത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു അറ്റാക്കിലൂടെ അവർ എതിർക്കുന്നത് ആ മൂവിംഗ് മൗണ്ടൈൻ പ്രൊജക്റ്റ് ആണ്. ഇപ്പൊ ഈ ഒരു സംഭവത്തോടു കൂടെ ആ മൂവിംഗ് മൗണ്ടൈൻ പ്രൊജക്ട് നടപ്പിലാക്കാൻ കുറേയേറെ കാലതാമസം കൂടെ വരും. അതായത് എല്ലാം ഇനി ഒന്നേന്ന് കെട്ടിപ്പിടുക്കണം. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ഭാവിയെക്കുറിച്ച് ഓർത്തിട്ട് എല്ലാവർക്കും ശരിക്കും ആശങ്കയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഈ മൂവിംഗ് മൗണ്ടൈൻ പ്രൊജക്ട് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ട് തന്നെ വേറെ കുറെ ആളുകൾ ചേർന്നിട്ട് വീണ്ടും സിറ്റിയിൽ പ്രൊട്ടസ്റ്റ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ആ DLP എന്ന് പറയുന്ന പ്രൊജക്ട് തിരികെ കൊണ്ടുവരണം എന്നാണ്. അതായത് ഡിജിറ്റൽ ലൈഫ് പ്രൊജക്ട്. അതിനു വേണ്ടിയിട്ടാണ് അവരിപ്പോ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നാടൊക്കെ വീണ്ടും നാശത്തിലേക്ക് പോകുന്നത് കാണുമ്പോൾ ഈ യുണൈറ്റഡ് എർത്ത് ഗവൺമെന്റ് വീണ്ടും ഒരു മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. 7 മാസത്തിനുള്ളിൽ തന്നെ ഈ മൂവിംഗ് മൗണ്ടൈൻ പ്രൊജക്ട് ആരംഭിക്കും എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് ഗവൺമെന്റ് ആണല്ലോ ഇത് ചെയ്യുന്നത്. 7 മാസം കൊണ്ടൊന്നും അവർക്ക് എന്തായാലും ഇത് ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ് ബാക്കിയുള്ള രാജ്യത്തിലെ ആളുകളൊക്കെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിപ്പോ തൽക്കാലത്തേക്ക് അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്ത് കാണിച്ചോ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ചൈനീസ് പ്രസിഡന്റ് ആണെങ്കിൽ നല്ല രീതിയിൽ കോൺഫിഡൻസ് ആയിട്ടിരിക്കുകയാണ്. 7 മാസത്തിനുള്ളിൽ തന്നെ നമുക്കത് നടത്തിയെടുക്കാം എന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് ഈ കഥയിലെ മറ്റൊരു നായകനെ പരിചയപ്പെടാം. ഇയാളുടെ പേര് ഹെങ് യു തു എന്നാണ്. ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്. ഇയാളിപ്പോ താമസിക്കുന്നത് ചന്ദ്രനിലാണ്. UEGയുടെ തന്നെ ക്യാമ്പാനസ് എന്ന പേരിലുള്ള ഒരു റിസർച്ച് സെന്റർ ആണത്. ഞാൻ പറഞ്ഞല്ലോ ഇയാളൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്. മാത്രമല്ല DLP എന്ന് പറഞ്ഞ പ്രൊജക്ടിനെ ഇയാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇയാൾക്ക് ഒരു ഭാര്യയും മകളും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും മരിച്ചുപോയി. പക്ഷെ ഇയാളുടെ മകളുടെ മെമ്മറീസ് ഒക്കെ അയാൾ DLP പ്രകാരം ഒരു ചിപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. 5 വർഷങ്ങൾക്ക് മുമ്പ് അയാൾ ചെയ്തു വെച്ചാണത്. നമ്മൾ നേരത്തെ ഒരു 550C എന്ന് പറഞ്ഞ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിനെ പറ്റി പറഞ്ഞിട്ടില്ലായിരുന്നു. അതിനെക്കാട്ടും കുറച്ചും കൂടെ എഫിഷ്യൻസി കുറവുള്ള 550A എന്ന് പറയുന്ന ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ ഇയാളുടെ കയ്യിലുണ്ട്. അത് വെച്ചിട്ടാണ് അയാളുടെ മകളുടെ മെമ്മറീസ് ഒക്കെ അയാൾ ചിപ്പിലേക്ക് മാറ്റിയത്. ഇയാൾക്ക് ഇപ്പൊ എപ്പോ വേണമെന്നുണ്ടെങ്കിലും അയാളുടെ മകളോട് സംസാരിക്കാൻ സാധിക്കും. അതായത് ആ ചിപ്പിൽ അവളുടെ ഡിജിറ്റൽ ഓർമ്മകൾ വഴി. പക്ഷെ ഈ 550A എന്ന് പറയുന്നത് കുറച്ച് എഫിഷ്യൻസി കുറഞ്ഞ കമ്പ്യൂട്ടറാണ്. അതുകൊണ്ട് തന്നെ 2 മിനിറ്റ് മാത്രമേ അയാൾക്ക് മകളുമായിട്ട് സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു പോരായ്മ ആ കമ്പ്യൂട്ടറിനുണ്ട്. ഈ ഒരു സമയത്ത് ഭൂമിയിൽ നിന്നും കുറച്ച് റിസോഴ്സസും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ കളക്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അവരെല്ലാവരും. അങ്ങനെ ആ സാധനങ്ങളൊക്കെ അവരുടെ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവിടെ ഇപ്പോൾ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോ ഇരിക്കുന്ന ഈ ക്യാമ്പാനസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചന്ദ്രനെ മൂവ് ചെയ്യിക്കാനുള്ള ഒരു എഞ്ചിൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ സോളാർ വിൻഡ് ഒക്കെ അങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള മുഴുവൻ ഇലക്ട്രോണിക് സിസ്റ്റം അടിച്ചു പോകും. അതിനു മുമ്പേ ഈ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യണം. അത് സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കണ്ട 550C എന്ന് പേരുള്ള പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഉണ്ടല്ലോ അതും അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പണി അവരെ ഏൽപ്പിക്കുന്നത് ഹെങ് യു തുനും അതുപോലെ അദ്ദേഹത്തിന്റെ ബോസായ മായയുടെ അടുത്താണ്. അവർ വേഗം തന്നെ ആ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയൊരു എഞ്ചിനാണത്. അതിന്റെ ഓരോ ഭാഗങ്ങളും സെപ്പറേറ്റ് ആയിട്ടാണ് ഓണാക്കിക്കൊണ്ട് വരേണ്ടത്. ആ കാര്യങ്ങളൊക്കെയാണ് അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയത്തെ വർക്കിനൊക്കെ ശേഷം ഹെങ് യു തു ആണെന്നുണ്ടെങ്കിൽ അയാളുടെ ആ മകളുമായിട്ട് വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അയാളുടെ ബോസായ മാ അങ്ങോട്ട് വരുന്നുണ്ട്. ഇവര് രണ്ടുപേരും കൂടെയാണ് ഈ ഡിജിറ്റൽ മെമ്മറി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചത്. പക്ഷെ ഇപ്പൊ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിജിറ്റൽ ലൈഫ് പ്രൊജക്ടിന്റെ പേരും പറഞ്ഞിട്ട് പുറത്ത് വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പുറത്തുള്ള ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നത്തിന് കാരണവും. അതുകൊണ്ട് നീ ഇത് വെളിയിൽ കാണിക്കരുത് എന്നാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഹെങ് യു തു സംസാരിക്കാൻ തുടങ്ങി. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഇവളുടെ കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ? 550A എന്ന കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇപ്പൊ 2 മിനിറ്റ് മാത്രം ജീവിക്കാൻ സാധിക്കുന്നത്. എന്നാൽ പിന്നെ നമുക്ക് ഈ 550C ഉപയോഗിച്ച് നോക്കിക്കൂടെ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അത് നടക്കത്തില്ല ഹെങ് യു തു. ഈ ലൂണാർ എഞ്ചിൻ ഓൺ ആക്കാൻ വേണ്ടി മാത്രമാണ് 550C ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ ഒരു പരിപാടി നടക്കുന്നതിനിടയിൽ നിന്റെ മകളുടെ കാര്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേറെ വലിയ പ്രശ്നത്തിനും കാരണമാവും. അതുകൊണ്ട് ആ ഒരു ചിന്ത നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് ഇപ്പോഴേ വിട്ട് കളഞ്ഞേക്ക് എന്നാണ് അയാൾ പറയുന്നത്. അതൊക്കെ കേട്ടിട്ട് വളരെ നിരാശയിലിരിക്കുകയാണ് ഈ ഹെങ് യു തു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. അവർ പ്രഡിക്റ്റ് ചെയ്ത പോലെ ആ സോളാർ സ്റ്റോം ഇപ്പോൾ ചന്ദ്രനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചന്ദ്രന്റെ മുകൾ ഭാഗം മൊത്തം കവർ ചെയ്യുന്നുണ്ട്. ഈ സമയം തന്നെ ആ ബേസിലുള്ളവർക്കൊക്കെ അനൗൺസ്മെന്റ് വരാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഷെൽട്ടറിലേക്ക് മാറണം, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത് അപകടമാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതെല്ലാം കേട്ട ഉടനെ തന്നെ അവിടുത്തെ മുഴുവൻ ആളുകളും അവരുടെ ഷെൽട്ടറിലേക്ക് മാറാൻ തുടങ്ങി. അതിനിടയിൽ ആ സോളാർ സ്റ്റോം അതിലെ കടന്നു പോകുന്നുണ്ട്. അത് കടന്നു പോകുന്ന
ഏരിയയിലുള്ള മുഴുവൻ ഇലക്ട്രോണിക് ഡിവൈസുകളും അടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഹെങ്യു തുവും അതുപോലെ മായും കുറച്ച് മുന്നിലാണ്. അവരവരുടെ വണ്ടിക്കകത്തുള്ള ഓരോ സാധനങ്ങൾ അവരുടെ ഷെൽട്ടറിന്റെ അകത്തേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആ 550C എന്ന് പറയുന്ന കമ്പ്യൂട്ടറാണ്. അതില്ലെങ്കിൽ അവരുടെ ഒരു പരിപാടി നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഹെങ്യു തു ആണെന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ ആ കമ്പ്യൂട്ടർ മൊത്തത്തിൽ അവിടെ സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്. അയാൾ അത് എങ്ങനെ പിടിച്ച് വലിച്ചിട്ടും അത് പുറത്തേക്ക് വരുന്നില്ല. അപ്പോഴേക്കും ആ സോളാർ സ്റ്റോമൊക്കെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞിരുന്നു. അത് കാണുന്ന മായാണെങ്കിൽ ആ കമ്പ്യൂട്ടർ അവിടെ കിടക്കട്ടെ എന്നും പറഞ്ഞിട്ട് അയാളെയും പിടിച്ചുവലിച്ച് ഓടാൻ തുടങ്ങി. അങ്ങനെ ആ സോളാർ സ്റ്റോം കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ വളരെ കഷ്ടപ്പെട്ട് അവർ വേഗം തന്നെ ഷെൽട്ടറിന്റെ അകത്തേക്ക് കയറി വാതിലടയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഏരിയയിലൂടെ ആ സോളാർ സ്റ്റോം കടന്നു പോവുകയും ചെയ്യുന്നു. ചന്ദ്രന്റെ നല്ലൊരു ഭാഗത്ത് ആ സോളാർ വിൻഡ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ആ സോളാർ സ്റ്റോമിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങിയിട്ടുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ ആ 550C എന്ന കമ്പ്യൂട്ടർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മൊത്തത്തിൽ അടിച്ചു പോയിട്ടുണ്ട്. എന്ത് കാണിച്ചിട്ടും അത് അവർക്ക് ശരിയാക്കാൻ സാധിക്കുന്നില്ല. അതില്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ആ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. വെറും 3 ദിവസമാണ് അവർക്ക് സമയം കൊടുത്തിരിക്കുന്നത്. ആ 3 ദിവസത്തിനുള്ളിൽ തന്നെ ഈ എഞ്ചിൻ ഓൺ ആക്കണം. അങ്ങനെ ഓണാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ മൂവിംഗ് മൗണ്ടൈൻ പ്രൊജക്ട് എന്ന് പറയുന്നത് തന്നെ ഒരു ഫെയിലർ ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എല്ലാവരും. ഈ സമയം ഹെങ്യു തു അവരോട് സംസാരിക്കാൻ തുടങ്ങി. എന്റെ കയ്യിൽ ഒരു 550A കമ്പ്യൂട്ടർ ഉണ്ട്. നമുക്ക് അത് വെച്ചിട്ട് ഈ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കാം എന്നാണ് അയാൾ പറയുന്നത്. മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് അവരതിന് ഓക്കെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഹെങ്യു തുവും മായും കൂടെ ആ 550A എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഈ സമയം മാ അയാളോട് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഈ 550A എന്ന് പറയുന്ന കമ്പ്യൂട്ടറുമായിട്ട് ആ എഞ്ചിൻ കണക്ട് ചെയ്തിട്ട് അതിന് ഇഗ്നിഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കമ്പ്യൂട്ടർ കത്തിപ്പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഹെങ്യു തുവിന് ഉപയോഗിക്കാൻ വേറെ കമ്പ്യൂട്ടർ ഒന്നുമില്ല. അങ്ങനെ ഒരു വാർണിംഗ് മാ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ വേറൊരു കാര്യത്തിന് എന്നെ സമ്മതിക്കണം. അതായത് ഈ 550 സീരീസ് തന്നെ ഞാൻ ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യാൻ പോവാണ്. അത് വെച്ചിട്ട് എനിക്ക് എന്റെ മകളുടെ ജീവൻ എന്നേക്കുമായിട്ട് നിലനിർത്താൻ സാധിക്കും. അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ 550A കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് ഞാൻ നിങ്ങൾക്ക് തരുള്ളൂ എന്നാണ് അയാൾ പറയുന്നത്. മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് മായ്ക്ക് അത് സമ്മതിക്കേണ്ടി വരുന്നു. അങ്ങനെ അവർ വേഗം തന്നെ ആ 550A കമ്പ്യൂട്ടറുമായിട്ട് ആ ലൂണാർ എഞ്ചിൻ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ അത് ഓണാക്കുന്നു. ആ കമ്പ്യൂട്ടർ വെച്ചിട്ട് അത്രയും വലിയ എഞ്ചിൻ ഓണാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചന്ദ്രൻ ചെറുതായിട്ടൊന്ന് മൂവ് ആവുന്നുണ്ട്. ആ ഒരു എക്സ്പെരിമെന്റ് വളരെ വിജയമായിരുന്നു. അതായത് അവർക്ക് ചന്ദ്രനെ ചെറുതായിട്ടൊന്ന് അനക്കാൻ സാധിച്ചു. ഇനി 20 വർഷത്തിനുള്ളിൽ ചന്ദ്രനെ പൂർണ്ണമായിട്ട് അവർക്ക് നീക്കാൻ സാധിക്കും. ചന്ദ്രനിൽ ആ ടെസ്റ്റ് ഫലപ്രദമായതുകൊണ്ട് തന്നെ ഭൂമിയിലെ ആദ്യത്തെ എഞ്ചിൻ ഓണാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. അങ്ങനെ ആ എഞ്ചിൻ ഓണാക്കാനുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചു. എല്ലാവരും വളരെ പ്രതീക്ഷയോടെ ആ മീറ്റിംഗ് ഹാളിൽ തന്നെ കൂടിയിരിക്കുകയാണ്. അങ്ങനെ കൗണ്ട് ഡൗൺ കഴിഞ്ഞു. ആ എഞ്ചിൻ ഓണാക്കി. എഞ്ചിൻ ഓണായ ഉടനെ തന്നെ അവിടുത്തെ മുഴുവൻ പവറും അടിച്ചു പോകുന്നുണ്ട്. അതൊക്കെ കാണുന്ന എല്ലാവർക്കും നിരാശയാണ് വരുന്നത്. ഈ സമയം അമേരിക്കയുടെ ഒരു റെപ്രസെന്റേറ്റീവ് അവിടെ കടന്ന് വല്ലാതെ ബഹളം വെക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് 7 മാസം കൂടെ സമയം തന്നിട്ട് നിങ്ങൾ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഈ പരിപാടി ഇതോടെ അവിടെ ഫ്ലോപ്പായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ അവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ സമയത്താണ് പെട്ടെന്ന് പവർ വരുന്നത്. ആ എർത്ത് എഞ്ചിൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓണായി. അത് കാരണം ഭൂമിയും ചെറുതായിട്ടൊന്ന് അനങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവർ ചെയ്ത 2 എക്സ്പെരിമെന്റും സക്സസ്ഫുൾ ആണ്. അതായത് ലൂണാർ എഞ്ചിനും ഓണായി, എർത്ത് എഞ്ചിനും ഓണായി. ഇനി ബാക്കിയുള്ള എഞ്ചിനും കൂടെ പെട്ടെന്ന് തന്നെ സെറ്റപ്പ് ആക്കിയാൽ മതി. ഇതുകൊണ്ടൊക്കെ തന്നെ ആ മൂവിംഗ് മൗണ്ടൈൻ പ്രോജക്ട് അതിപ്പോ വെരിഫൈഡ് ആയിരിക്കുകയാണ്. ആ ഒരു അപ്രൂവൽ കിട്ടിയതുകൊണ്ട് ചൈനക്കാരെല്ലാം സന്തോഷത്തോടെ തുള്ളിച്ചാടാൻ തുടങ്ങി. ഈ ഒരു സന്തോഷ നിമിഷത്തിലാണ് നമ്മുടെ ആദ്യത്തെ നായകനായ ലിയു ആ ഹാനിനെ പ്രൊപ്പോസ് ചെയ്യുന്നത്. അവളാണെങ്കിൽ സന്തോഷത്തോടെ അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് 2046 ആയപ്പോൾ അവരുടെ കല്യാണവും കഴിഞ്ഞു. ഇനി അങ്ങോട്ട് വരുന്ന വർഷങ്ങളിൽ ഈ പ്രോജക്റ്റിന് വളരെ വലിയ ഇംപ്രൂവ്മെന്റ് ആണ് ഉണ്ടാവുന്നത്. അതിന്റെ മെയിൻ കാരണം ഈ 550C എന്ന് പറഞ്ഞ കമ്പ്യൂട്ടറാണ്. ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ആയതുകൊണ്ട് തന്നെ സാധാരണ വർക്ക് ലോഡിന്റെ 75% അതിന് കുറയ്ക്കാൻ സാധിച്ചു. മാത്രമല്ല എല്ലാം ഓട്ടോമേറ്റഡ് ആയത് കാരണം മാൻ പവറും ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. 2044 നശിച്ചുപോയ ആ സ്പേസ് എലിവേറ്റർ ഒക്കെ വീണ്ടും അത് പുനർനിർമ്മിച്ചിരിക്കുകയാണ്. ആദ്യം നശിച്ചുപോയ എഞ്ചിനും ആ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ഭൂമി അവിടെ നിന്ന് മൂവ് ചെയ്യിക്കാൻ വേണ്ടി 10,000 എർത്ത് എഞ്ചിൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്കൊന്നും ഭൂമിയുടെ ഉപരിതലത്തിൽ ജീവിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്കെല്ലാം ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ എർത്ത് എഞ്ചിന്റെ അടിയിലുമായിട്ട് അണ്ടർഗ്രൗണ്ട് സിറ്റീസ് പണിയുന്നുണ്ട്. ആ ഒരു പരിപാടിക്ക് ഗവൺമെന്റ് അപ്രൂവൽ ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള ജനസംഖ്യയുടെ പകുതി ആളുകൾക്ക് മാത്രമേ ആ സിറ്റിയിൽ താമസിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങനെ വെറുതെ അങ്ങോട്ട് സെലക്ട് ചെയ്യത്തില്ല. അതിന് ഓരോരോ മാനദണ്ഡങ്ങൾ പാലിക്കാനുണ്ട്. ഭൂമി മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ കറക്കം നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം 24 മണിക്കൂർ എന്നുള്ളത് 60 മണിക്കൂറായിട്ട് കൂടിയിരിക്കുകയാണ്. അങ്ങനെ വർഷം ഒരു 2053 ഒക്കെ ആയപ്പോഴേക്കും ഈ സോളാർ വിൻഡിന്റെ പ്രശ്നം കൂടിക്കൂടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് അതിനെ തുടർന്ന് ക്യാൻസർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ജോലികളെല്ലാം ചെയ്യുന്നത് റോബോട്ടുകളായതുകൊണ്ട് ജോലിയൊന്നും ഇല്ലാത്ത ആളുകളൊക്കെ അതിനെ തുടർന്ന് സമരത്തിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. വർഷം ഒരു 2055 ഒക്കെ ആയപ്പോഴേക്കും 550C എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ട് 550W ആയിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോൾ ഓഫ്ലൈനിലാണ്. ഒരു 10 വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 10,000 എർത്ത് എഞ്ചിനും കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ഈ 550W എന്ന കമ്പ്യൂട്ടറാണ്. ഇതൊന്നും കൂടാതെ മൂവിംഗ് മൗണ്ടൈൻ പ്രൊജക്ട് എന്ന പേര് മാറ്റിയിട്ട് ഗവൺമെന്റ് ഇപ്പോൾ അതിന് മറ്റൊരു പേരാണ് നൽകിയിരിക്കുന്നത്. അതാണ് ദ
വാൻഡറിംഗ് എർത്ത് പ്രൊജക്ട്. അങ്ങനെ വർഷം ഒരു 2058 ആയപ്പോഴേക്കും ചന്ദ്രനിൽ 3 എഞ്ചിൻ ഓൺ ആയിട്ടുണ്ട്. അതിങ്ങനെ പതുക്കെ പതുക്കെ ഭൂമിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ലിയോന്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കാം. അവനും അവന്റെ വൈഫും ഒരു മോനും ഉണ്ട്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ആ സോളാർ സ്റ്റോമിന്റെ പ്രശ്നങ്ങൾ വന്നത്. അതിനെ തുടർന്ന് ഒരുപാട് പേർക്ക് ക്യാൻസർ വന്നു എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അവന്റെ ഭാര്യയായ ഹാനും അതുപോലെ ക്യാൻസർ വന്നിട്ടുണ്ട്. എങ്കിലും അതൊന്നും വലിയ പ്രശ്നമാക്കി എടുക്കാതെ അവരെയും സന്തോഷിപ്പിച്ചോണ്ട് നടക്കുകയാണ് അവൻ. ഇനി നമുക്ക് ഹെങ്യൂത്തുന്റെ ലൈഫിലേക്ക് ഒന്ന് നോക്കാം. 14 വർഷമായി അയാൾ ഇപ്പോൾ അയാളുടെ മകളെ കണ്ടിട്ട് ആ ചന്ദ്രനിലെ എഞ്ചിൻ ഓൺ ആക്കുന്ന കാര്യത്തിൽ അയാൾ സഹായിച്ചിട്ടുണ്ടെങ്കിലും മാ പ്രോമിസ് ചെയ്ത പോലെ അയാളുടെ മകളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് മായുടെ ഭാഗത്തുനിന്ന് ഒരു ഹെൽപ്പും ഉണ്ടായിട്ടില്ല. ഏത് സമയം ഈ ഹെങ്യൂത്തുവിനെ ഉപദേശിച്ചുകൊണ്ട് നടക്കുകയാണ് അയാൾ. അതായത് ഈ അണ്ടർഗ്രൗണ്ട് സിറ്റീസ് പണിയുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഈ ഹെങ്യൂത്തുവിന് അവിടെ താമസിക്കാനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അയാൾ ഇപ്പോഴും അയാളുടെ മകളുടെ ജീവൻ നിലനിർത്താനുള്ള എക്സ്പെരിമെന്റിലായതുകൊണ്ട് നീ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ആ എക്സ്പെരിമെന്റ് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഈ 550W എന്ന് പറയുന്ന കമ്പ്യൂട്ടറിലേക്ക് അയാളുടെ മകളുടെ ഓർമ്മകൾ ഇൻസ്റ്റാൾ ചെയ്യണം. പക്ഷെ അത് ബാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അയാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള അയാളുടെ ജീവിതം ജയിലിലായിരിക്കും. അതുകൊണ്ട് നിന്റെ ഈ ചിന്തകളൊക്കെ ഇവിടെ വെച്ച് ഉപേക്ഷിച്ചോ എന്നാണ് ഈ മാ പറയുന്നത്. പക്ഷെ അയാൾ എന്തൊക്കെ പറഞ്ഞിട്ടും ഹെങ്യൂത്തും ആണെന്നുണ്ടെങ്കിൽ അയാളുടെ മകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള പരിപാടിയിൽ തന്നെയാണ്. ഇനി കാണിക്കുന്നത് ഒരു ഇന്റർവ്യൂ ആണ്. ഈ ഇന്റർവ്യൂ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ടർഗ്രൗണ്ട് സിറ്റിയിൽ താമസിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആളുകളെയും എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞല്ലോ. ഈ ഇന്റർവ്യൂ പാസ് ആവുന്ന ആൾക്കാരെ മാത്രമേ അവിടെ താമസിക്കാൻ സമ്മതിക്കത്തുള്ളൂ. ആദ്യമായിട്ട് ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നത് ലിയോ ആണ്. ഇവരെ ഇന്റർവ്യൂ ചെയ്യുന്നത് ആ 550W എന്ന് പേരുള്ള കമ്പ്യൂട്ടറാണ്. ആ കമ്പ്യൂട്ടർ ഒരാൾ ഒരു തവണ കണ്ടാൽ മതി അയാളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ അതെല്ലാം ആ കമ്പ്യൂട്ടറിന് കണ്ടെത്താൻ സാധിക്കും. ഈ ലിയോന്റെ കാര്യത്തിലും ആ കമ്പ്യൂട്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് ആ അണ്ടർഗ്രൗണ്ട് സിറ്റിയിൽ താമസിക്കാൻ ഒരു സ്ലോട്ട് അനുവദിച്ച് കിട്ടും. മാത്രമല്ല മൈനർ ആയതുകൊണ്ട് അയാളുടെ മകനെയും കൂടെ കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷെ മകന്റെ കൂടെ ഒരാൾക്ക് മാത്രമേ പോകാൻ സാധിക്കത്തുള്ളൂ. കമ്പ്യൂട്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആണല്ലോ, വളരെ കുറച്ച് ദിവസം കൂടെ മാത്രമേ അവൾക്ക് ആയുസുള്ളൂ. അതുകൊണ്ട് തന്നെ പകരം അവളുടെ അച്ഛനുണ്ട്. മകനെ നോക്കാൻ വേണ്ടിയിട്ട് അയാൾക്കും കൂടെ അണ്ടർഗ്രൗണ്ട് സിറ്റിയിൽ താമസിക്കാനുള്ള പെർമിഷൻ കൊടുക്കാം എന്നാണ് കമ്പ്യൂട്ടർ പറയുന്നത്. ഭാര്യയെ ഒഴിവാക്കണം എന്ന് പറയുന്നതുകൊണ്ട് തന്നെ അവൻ ശരിക്കും ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഈ കമ്പ്യൂട്ടറിന് മുമ്പിൽ അങ്ങനെയുള്ള ഒരു സ്വഭാവം കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവൻ സോറി പറഞ്ഞ് ഇറങ്ങി പോവാണ്. ഇതേ സമയം തന്നെ ഈ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഈ ഹെങ്യൂത്തും കാണുന്നുണ്ട്. അങ്ങനെ ആ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് പോയി. സമയം രാത്രിയായിരിക്കുകയാണ്. ഈ ഹെങ്യൂത്തും എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അയാളുടെ മകളുടെ മെമ്മറിയുള്ള ചിപ്പ് ഉണ്ടല്ലോ അതുമായിട്ട് ആ ക്വാണ്ടം കമ്പ്യൂട്ടറിന്റെ റൂമിലേക്കാണ് ചെല്ലുന്നത്. അയാളുടെ ഉദ്ദേശം ആ മെമ്മറി ആ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതാണ്. അതിനുവേണ്ടി അയാൾ ആ വാതിലെല്ലാം പൂട്ടിയിട്ടിട്ടുണ്ട്. അയാൾ അങ്ങോട്ട് ചെന്നത് മനസ്സിലാക്കിയിട്ട് മായും അതുപോലെ വേറെ കുറെ സെക്യൂരിറ്റികളും അങ്ങോട്ട് വരുന്നുണ്ട്. അവർ വാതിൽ തുറക്കാൻ പറഞ്ഞിട്ടൊന്നും ഈ ഹെങ്യൂത്ത് തുറക്കുന്നില്ല. അയാളാണെങ്കിൽ ആ മെമ്മറി മൊത്തം ആ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ മെമ്മറി പൂർണ്ണമായിട്ട് ആ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇതിന്റെ പ്രശ്നം ഉണ്ടാവുന്നത് ചന്ദ്രനിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു എഞ്ചിനിലാണ്. 3 എണ്ണമാണല്ലോ ഉള്ളത്. അതിൽ ഒരെണ്ണം ഓവർലോഡ് ആയി പോകുന്നു. അതോടൊപ്പം തന്നെ ആ എഞ്ചിൻ പൂർണ്ണമായിട്ടും പൊട്ടിത്തെറിക്കുകയാണ്. ആ പൊട്ടിത്തെറിയുടെ മുഴുവൻ അവശിഷ്ടങ്ങളും ഇപ്പോൾ ഭൂമിയുടെ നേർക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രനിലുണ്ടായ വലിയ പൊട്ടിത്തെറി ഭൂമിക്കിട്ട് നല്ല പണിയാണ് കൊടുത്തിരിക്കുന്നത്. ചന്ദ്രനിലുണ്ടായ മാറ്റങ്ങൾ കാരണം വലിയ വലിയ സുനാമികളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. അതെല്ലാം അവിടെ ഇരിക്കുന്ന മുഴുവൻ സ്ഥലത്തേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്ന് എല്ലാ ആളുകളുടെയും മൊബൈലിലേക്ക് വാർണിംഗ് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കണം, ഇനിയും സുനാമികൾ അടിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയം തന്നെ അവിടുത്തെ കൺട്രോൾ റൂമിൽ എല്ലാവരും തന്നെ ഈ കാര്യം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ആ പൊട്ടിത്തെറി നടന്നുകൊണ്ട് ചന്ദ്രൻ ഇപ്പോൾ അതിന്റെ ഓർബിറ്റിൽ നിന്ന് മാറിയിരിക്കുകയാണ്. ഇനി വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ ചന്ദ്രൻ ഭൂമിയിലേക്ക് വന്ന് വീഴും. അതിനുള്ളിൽ തന്നെ ഭൂമിയിലെ എർത്ത് എഞ്ചിൻസ് ഒക്കെ ഓൺ ആക്കണം എന്നാണ് അവിടെ ഇരിക്കുന്ന ഒരാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അത് പറ്റില്ല സാർ, ചന്ദ്രൻ അവിടെ ഇരിക്കുമ്പോൾ ഭൂമിയെ നീക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാവും. മാത്രമല്ല ഭൂമിയിൽ 7000 എർത്ത് എഞ്ചിൻസ് മാത്രമേ ഇതുവരെയായിട്ടും റെഡി ആയിട്ടുള്ളൂ. ഇനിയും 3000 എണ്ണത്തിന്റെ കൂടെ പണി ബാക്കി കിടക്കുകയാണ് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അങ്ങനെ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. UEGക്ക് ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിലുള്ള മുഴുവൻ ന്യൂക്ലിയർ ആയുധങ്ങളും കൊണ്ട് ചെന്നിട്ട് ചന്ദ്രനിലിട്ട് പൊട്ടിക്കുക. നേരത്തെ നമ്മൾ ക്യാമ്പാനസ് എന്ന പേരിലുള്ള ഒരു റിസർച്ച് സെന്റർ കണ്ടില്ലായിരുന്നു? അവിടേക്കാണ് ഈ ന്യൂക്ലിയർ ആയുധങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടത്. അവിടെ വെച്ചിട്ട് ചന്ദ്രന്റെ കോറിലിട്ട് പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നടക്കുന്നത് എക്സ്പ്ലോഷൻ അല്ല, ഇംപ്ലോഷൻ ആണ്. അതായത് അകത്തേക്കാണ് പൊട്ടിത്തെറിക്കുക. അങ്ങനെ ആ പൊട്ടിത്തെറി നടക്കുന്ന സമയം തന്നെ ഭൂമിയിലുള്ള 7000 എർത്ത് എഞ്ചിൻസ് ഉണ്ടല്ലോ അതെല്ലാം ഓണാക്കും. അതോടൊപ്പം തന്നെ ഭൂമി അവിടെ നിന്ന് നീങ്ങുകയും ചെയ്യും. ഇങ്ങനെയാണ് ചന്ദ്രൻ ഭൂമിയിലേക്ക് വീഴുന്നത് തടയാൻ അവർ കണ്ടെത്തിയിരിക്കുന്ന പ്ലാൻ. പക്ഷെ ആ 7000 എഞ്ചിൻ ഓണാക്കണം എന്നുണ്ടെങ്കിൽ അതിന് ആ 550W കമ്പ്യൂട്ടറിനെ സാധിക്കത്തുള്ളൂ. ആ കമ്പ്യൂട്ടറിന്റെ ഒക്കെ മെയിൻ സ്ഥലം ഇരിക്കുന്നത് ബെയ്ജിങ്ങിലാണ്. സുനാമി അടിച്ചിരിക്കുന്ന ആ സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ അത് മൊത്തം വെള്ളത്തിന്റെ അടിയിലാണ്. ആ വെള്ളത്തിന്റെ അടിയിലേക്ക് ചെന്നിട്ട് സിസ്റ്റം എല്ലാം റീബൂട്ട് ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ 7000 എർത്ത് എഞ്ചിൻസ് ഓണാക്കാൻ സാധിക്കത്തുള്ളൂ. അതാണ് ഇനി അവർ ചെയ്യാൻ പോകുന്നത്. മായയാണ് കമ്പ്യൂട്ടർ ഓണാക്കേണ്ട കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. മാ നേരെ ചെല്ലുന്നത് ജയിലിലേക്കാണ്. കാരണം നേരത്തെ പ്രശ്നം ഉണ്ടാക്കിയോണ്ട് ഹെങ്യൂത്തുവിനെ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണല്ലോ. അയാൾ ഈ കാര്യങ്ങളൊക്കെ ഹെങ്യൂത്തുവിന്റെ അടുത്ത് എന്ന് പറയുന്നു. അയാൾ ഉടനെ തന്നെ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഹെങ്യൂത്തുവും ടീമും ഒരു വലിയ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് നേരെ വെള്ളത്തിന്റെ അടിയിലേക്കാണ്
തന്നെയാണ് പോകുന്നത്. ബെയ്ജിങ്ങിലുള്ള അവരുടെ ആ ഡാറ്റാ സെന്ററിൽ ചെന്നിട്ട് ആ 550W എന്ന കമ്പ്യൂട്ടർ റീബൂട്ട് ചെയ്യണം. അതിനുള്ള ശ്രമങ്ങളാണ് വെള്ളത്തിന്റെ അടിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് സ്പേസിലാണ്. ചന്ദ്രനിൽ ആ പൊട്ടിത്തെറി നടന്നുകൊണ്ട് തന്നെ ഒരുപാട് കല്ലും പാറക്കഷ്ണങ്ങളും ഭൂമിക്ക് നേരെ വരുന്നുണ്ട്. അതിനെല്ലാം കീറി മുറിച്ചിട്ട് വേണം ആ ന്യൂക്ലിയർ ബോംബുകളുമായിട്ട് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങാൻ. അതിനു വേണ്ടിയിട്ട് ഓരോരുത്തരായിട്ട് ഓരോരോ ക്യാപ്സ്യൂളുകളിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്യാപ്സ്യൂളിലാണ് ആ ബോംബ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നേരെ കൊണ്ട് ചെന്നിട്ട് ആ ചന്ദ്രന്റെ ഉപരിതലത്തിലിടുക. അതിനുശേഷം റിമോട്ട് വഴിയാണ് അത് പൊട്ടിക്കേണ്ടത്. ആ പണിയാണ് ഇപ്പൊ മുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അതിന്റെ ഇടയിൽ കൂടെ അവർ പോകുന്നത്. എല്ലാ ക്യാപ്സ്യൂളുകളും സക്സസ്ഫുൾ ആയിട്ട് അതിനെ ക്രോസ് ചെയ്യുന്നില്ല. ചില ക്യാപ്സ്യൂളുകളൊക്കെ ആ വേസ്റ്റിൽ തട്ടി തകർന്നു പോകുന്നുണ്ട്. ബാക്കിയുള്ളവരാണെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് അതിൽ നിന്നൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ വേസ്റ്റുകളൊക്കെ മറികടന്ന് അവർ ആ ക്യാമ്പാനസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിയതിനു ശേഷം അവർ ആ ന്യൂക്ലിയർ ബോംബുകളൊക്കെ താഴേക്ക് ഇടാൻ തുടങ്ങി. ഓരോന്നോരോന്നായിട്ട് താഴേക്ക് വന്ന് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ലിയോ യാത്ര ചെയ്യുന്ന ക്യാപ്സ്യൂളിന് ഒരു പ്രശ്നം പറ്റുന്നത്. നേരത്തെ തകർന്നു പോയൊരു ക്യാപ്സ്യൂൾ ഉണ്ടായിരുന്നു. അത് പറന്നു വന്നിട്ട് നേരെ ഇവരുടെ ക്യാപ്സ്യൂളിലിട്ടിട്ടാണ് ഇടിക്കുന്നത്. അതോടൊപ്പം തന്നെ അത് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് വന്ന് വീഴുകയും ചെയ്യുന്നു. നല്ല വീഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടുണ്ട്. ഇനി അവർക്ക് 5 ബോംബും കൂടെ അവിടെ സെറ്റ് ചെയ്യാനുള്ളതാണ്. പക്ഷെ ആ ക്യാപ്സ്യൂൾ വെച്ചിട്ട് അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. അവിടെ പുറത്തായിട്ട് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു ക്യാപ്സ്യൂൾ ഇരിക്കുന്നുണ്ട്. അവരെല്ലാവരും കൂടെ അതിനകത്തേക്കാണ് ചെല്ലുന്നത്. അതിലൊരുത്തിന് അപകടം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനെയും തൂക്കിയെടുത്തിട്ടാണ് അവർ ആ ക്യാപ്സ്യൂളിന്റെ അകത്തേക്ക് ചെല്ലുന്നത്. പക്ഷെ അതിന്റെ അകത്ത് കയറി നോക്കുമ്പോൾ അവിടെ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് ഈ ലിയോ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും അതിന്റെ ഉള്ളിലാക്കി പുറത്തേക്ക് ഇറങ്ങും. ഈ ബോംബൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം, നിങ്ങൾ വേഗം പോകാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ടാണ് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. അവന് രക്ഷപ്പെടാൻ വേറൊരു വഴിയുമില്ല. ആ ബോംബ് പൊട്ടുന്നതോടുകൂടെ അവൻ മരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവനോട് പോകരുതെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ അവൻ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് അവർ ആ ക്യാപ്സ്യൂളിൽ കയറി ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഈ സമയം തന്നെ വെള്ളത്തിന്റെ അടിയിലാണ് മായും ഹെങ്യൂത്തുവും. അവരുടെ കൂട്ടത്തിൽ വന്ന ചില ആളുകൾക്കൊക്കെ അപകടം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. അവർ ആ സിസ്റ്റം റീബൂട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ നടക്കുന്ന മറ്റൊരു കാര്യത്തിന് ഒരു പ്രസക്തി ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സിസ്റ്റം റീബൂട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അവർ. ഈ സമയത്താണ് വേറൊരു പ്രശ്നം വരുന്നത്. ആ ചന്ദ്രനിൽ നിന്ന് വന്ന വേസ്റ്റുകൾ ഉണ്ടല്ലോ, അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഭൂമിയിൽ വന്ന് പതിക്കാൻ തുടങ്ങി. ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. അത് പല സ്ഥലങ്ങളിലും വന്ന് വീണ്ടും തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു വലിയ കഷ്ണം നേരെ ചെന്ന് വീഴുന്നത് ആ ബെയ്ജിങ്ങിലുള്ള കമ്പ്യൂട്ടർ സെന്ററിന്റെ മുകളിലേക്കാണ്. അതോടൊപ്പം തന്നെ അതിനകത്തേക്ക് വെള്ളം കയറുന്നുണ്ട്. ഈ സമയം മായും ഹെങ്യൂത്തും അവിടെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കുന്നുണ്ട്. ഇനി ഒരു കീയും കൂടെ മാത്രമേ അതിൽ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അതിനിടയിലാണ് അവിടെ മൊത്തം തകർന്ന് അതിനകത്തേക്ക് വെള്ളം കയറുന്നത്. ഈ സമയം മായയുടെ ഒരു കാലം അവിടെ കുടുങ്ങിയിട്ടുണ്ട്. അയാൾക്കാണെങ്കിൽ എഴുന്നേക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴേക്കും ഹെങ്യൂത്തും അങ്ങോട്ട് വരുന്നുണ്ട്. ഹെങ്യൂത്തുനെ കാണുമ്പോൾ അയാൾ സംസാരിക്കാൻ തുടങ്ങി. ഇനി ഒരു കോഡ് കൂടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൂ, ഇതാണത് എന്ന് പറഞ്ഞിട്ട് അയാൾ ആ കോഡ് ഹെങ്യൂത്തുന് കൊടുക്കുന്നു. അപ്പോഴേക്കും അയാൾ പൂർണ്ണമായിട്ടും വെള്ളത്തിന്റെ അടിയിലേക്ക് ആവുന്നുണ്ട്. എഴുന്നേറ്റ് വരാൻ പറ്റാത്തതുകൊണ്ട് അയാൾ അവിടെ കിടന്ന് ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹെങ്യൂത്തുനാണെന്നുണ്ടെങ്കിൽ ആ ഡോറ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാനും സാധിക്കുന്നില്ല. വളരെ നിസ്സഹായനായിട്ട് അവിടെ നിൽക്കാൻ മാത്രമേ അയാൾക്ക് സാധിക്കുന്നുള്ളൂ. ഈ സമയം തന്നെ മറ്റൊരു പ്രശ്നം വരുന്നുണ്ട്. ആ ചന്ദ്രന്റെ വേസ്റ്റുകളൊക്കെ താഴേക്ക് വന്ന് വീഴുന്നുണ്ടല്ലോ. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ അത് പൂർണ്ണമായിട്ടും ഭൂമിയിലേക്ക് വന്ന് വീഴും. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അവർ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ വെറുതെയാണ്. ഇത്രയും കുറച്ച് സമയത്തിനുള്ളിൽ അവർ ആ ചന്ദ്രനിൽ കൊണ്ടുവച്ച ബോംബുകൾ ഉണ്ടല്ലോ, അതെല്ലാം റിമോട്ട് കൺട്രോൾ വഴി പൊട്ടിക്കാൻ സാധിക്കത്തില്ല. അതിന്റെ മെയിൻ കാരണം അവിടെയുള്ള ബോംബുകളെല്ലാം പല രാജ്യങ്ങളിലായിട്ട് പല കാലത്ത് നിർമ്മിച്ചതാണ്. അതെല്ലാം ഒരുമിച്ചിരുന്ന് ഭൂമിയിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ ഇത്രയും കുറച്ച് സമയത്തിനുള്ളിൽ സാധിക്കത്തില്ല. അതിനി അവരുടെ മുന്നിൽ ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഓരോ ബോംബിനും പലതരത്തിലുള്ള ട്രിഗേഴ്സ് ആണുള്ളത്. അതെല്ലാം കൊണ്ട് ഓരോരുത്തരായിട്ട് ചന്ദ്രനിലേക്ക് പോവുക. അവിടെ വെച്ചിട്ട് ആ റിമോട്ട് അമർത്തി അവരടക്കം പൊട്ടിച്ചിതറ. ഇങ്ങനെയുള്ള ഒരു പ്ലാൻ മാത്രമേ അവരുടെ മുന്നിലുള്ളൂ. അതായത് ഒരു സൂയിസൈഡ് അറ്റാക്ക്. ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരുമോ എന്നൊരു സംശയത്തിലാണ് ഗവൺമെന്റ് ഈ കാര്യം അവതരിപ്പിക്കുന്നത്. പക്ഷെ അതൊക്കെ കേട്ട ഉടനെ തന്നെ യങ്സ്റ്റേഴ്സ് ആണ് മുന്നോട്ട് വരുന്നത്. അത് കാണുമ്പോൾ കുറച്ച് പ്രായമായവർ കൂടെ ആ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ വളരെ വിഷമമാണ് വരുന്നത്. നിങ്ങൾ പോണ്ട, ഈ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഒരാൾ നേരെ മുന്നിലേക്ക് ചെല്ലുന്നു. അതിനുശേഷം 50 വയസ്സ് കൂടുതലുള്ള ആളുകളെ ഒക്കെ അവൻ വിളിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ആ ബോംബ് പൊട്ടിക്കാൻ വേണ്ടി ചന്ദ്രനിലേക്ക് പോകാൻ തയ്യാറാവുന്നത്. അങ്ങനെ അവർക്ക് പോകാനുള്ള ക്യാപ്സ്യൂളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം തന്നെ നിറയെ കല്ലും സാധനങ്ങളൊക്കെ ഭൂമിയിലേക്ക് വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. കുറെ തോക്കുകളും മറ്റൊക്കെ ഉപയോഗിച്ചിട്ട് അതൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളവർ. ഇതേ സമയം തന്നെ ചന്ദ്രനിൽ ഒരാൾ ബാക്കിയുണ്ടല്ലോ, നമ്മുടെ ലിയോ. അവനിപ്പം ബാക്കിയുള്ള ബോംബുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് പൊട്ടുന്നതും കാത്തിരിക്കുകയാണ്. അവൻ അറിയാം ഇനി ഒരിക്കലും തനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ തന്റെ ഭാര്യയും മകനെയും കുറിച്ചിട്ടൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അവൻ. ഈ സമയത്താണ് ആ സൂയിസൈഡ് മിഷന് വേണ്ടിയിട്ട് പുറപ്പെട്ട ആളുകളൊക്കെ നേരെ ചന്ദ്രന്റെ അടുത്തേക്ക് വരുന്നത്. അവർ ആ ക്യാപ്സ്യൂളിൽ തന്നെയാണ് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോരോ ക്യാപ്സ്യൂളുകളായിട്ട് അവിടെ വന്ന് ലാൻഡ് ആവാൻ തുടങ്ങി. അതൊക്കെ കണ്ടിട്ട് നമ്മുടെ ലിയോനൊന്നും മനസ്സിലാവുന്നില്ല. അവനാകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കാരണം ഇവരെന്തിനാണ് അങ്ങോട്ട് വരുന്നത് എന്നുള്ള കാര്യമൊന്നും അവൻ അറിയത്തില്ലല്ലോ. മാത്രമല്ല ഇവിടെ മറ്റൊരു പ്രശ്നം കൂടെ വരുന്നുണ്ട്. ആ ആക്സിഡന്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ലിയോന്റെ സ്യൂട്ടിലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ബാക്കിയുള്ളവർ അവനോട് എന്ത് പറഞ്ഞാലും അവന് കേൾക്കത്തില്ല. അതുപോലെ തന്നെ അവന് അവരോടൊന്നും സംസാരിക്കാൻ സാധിക്കുന്നില്ല. ആംഗ്യ ഭാഷയിൽ മാത്രമാണ് അവന് സംസാരിക്കാൻ സാധിക്കുന്നത്. ഈ സമയം ബാക്കിയുള്ളവരൊക്കെ ആ ബോംബിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ ഡെറ്റനേറ്റർ ഒക്കെ റെഡിയാക്കി നിൽക്കുകയാണ്.
ശ്രമിക്കുകയാണ്. പക്ഷെ ലിയുവിന് അവിടെ നിർത്തേണ്ട കാര്യമില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു എസ്കേപ്പ് ബോർഡ് ഉണ്ട്, വേഗം തന്നെ അതിൽ കയറി രക്ഷപ്പെടാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആംഗ്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെയൊക്കെ കാര്യങ്ങൾ ആംഗ്യ ഭാഷയിലോട് പറയുമ്പോൾ അവന് കാര്യം മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ വേഗം തന്നെ ചെന്നിട്ട് ആ എസ്കേപ്പ് ബോർഡ് വഴി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ പ്ലാൻ പ്രകാരം അവരെല്ലാവരും കൂടെ ആ സൂയിസൈഡ് മിഷൻ ആരംഭിക്കുകയാണ്. ഓരോരുത്തരായിട്ട് ആ ഡെറ്റനേറ്ററിൽ വിരലമർത്താൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ആ ന്യൂക്ലിയർ ബോംബ് വളരെ ശക്തമായിട്ട് പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ ഓരോന്നായിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയവും ആ കമ്പ്യൂട്ടർ പൂർണ്ണമായിട്ട് ഓൺലൈനിലേക്ക് വന്നിട്ടില്ല. ഒരു പാസ്വേഡും കൂടെ അതിൽ സെറ്റ് ചെയ്യാനുണ്ട്. അതിനുള്ള ശ്രമത്തിലാണ് നമ്മുടെ ഹെങ്യൂത്തു. അവിടെ മൊത്തം വെള്ളം കയറിയിട്ടുള്ളതുകൊണ്ട് തന്നെ അവനത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് അവനൊരു ഐഡിയ തോന്നുന്നത്. അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവന്റെ മകളുടെ ഡിജിറ്റൽ മെമ്മറി ഉണ്ടല്ലോ, അത് വേഗം തന്നെ ഓൺ ആക്കിയിട്ട് അവന്റെ കയ്യിലിരിക്കുന്ന അവസാനത്തെ പാസ്വേഡ് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം അത് ബൈഹാർട്ട് ചെയ്യാൻ പറയുന്നു. അവളാണെങ്കിൽ എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ അച്ഛൻ ആ പാസ്വേഡ് പൊക്കി കാണിക്കുമ്പോൾ അവളാണെങ്കിൽ അതൊക്കെ മനപ്പാടമാക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവൻ പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഇതേ സമയം കൺട്രോൾ റൂമിലാണെങ്കിൽ എല്ലാവരും വളരെ വിഷമത്തിലിരിക്കുകയാണ്. ആ ബെയ്ജിംഗിൽ ഒരു കമ്പ്യൂട്ടർ മാത്രം ഇതുവരെയായിട്ട് ഓൺലൈനിൽ വന്നിട്ടില്ല. മാത്രമല്ല ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ചന്ദ്രനിലിട്ട ആ ന്യൂക്ലിയർ ബോംബൊക്കെ പൊട്ടിക്കുകയും ചെയ്തു. ഇത് ഓൺലൈനിൽ വരാത്തിടത്തോളം കാലം അവർക്ക് ഭൂമി അവിടെ നിന്ന് അനക്കാൻ സാധിക്കത്തില്ല. ഇതൊന്നും കൂടാതെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചന്ദ്രനിലെ വേസ്റ്റുകളൊക്കെ ഭൂമിയിലേക്ക് വന്ന് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായിട്ടും വന്ന് പതിച്ചു കഴിഞ്ഞാൽ അവർ ഇത്രയും നാളും ചെയ്ത ഒരു പണിക്കും ഒരു കാര്യം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയം വെള്ളത്തിന്റെ അടിയിലാണെങ്കിൽ ഹെങ്യൂത്ത് ഇപ്പൊ മരിച്ചുപോയി. അയാളുടെ മകളാണെങ്കിൽ അതൊക്കെ കണ്ട് വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മരിക്കുന്നതിന് മുമ്പേ ഹെങ്യൂത്ത് മറ്റൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അവളുടെ ഡിജിറ്റൽ മെമ്മറി മാത്രമല്ല അയാൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, അയാളുടെയും ഒരു ഡിജിറ്റൽ മെമ്മറി അയാൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ മരിച്ചു പോയെങ്കിലും അയാളുടെ മെമ്മറിയൊക്കെ ഇപ്പോഴും ജീവനോടെയുണ്ട്. അതായത് അയാളുടെ മകൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടേക്ക് അയാൾ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ചെയ്യാനുള്ളത് ഒന്നേ ഉള്ളൂ, ആ പാസ്വേഡ് എന്താണെന്നുള്ള കാര്യം അയാൾ അയാളുടെ മകൾക്ക് തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അവളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ആ പാസ്വേഡ് അടിച്ചിട്ട് കമ്പ്യൂട്ടർ ഓൺലൈനിലേക്ക് കൊണ്ടുവരിക, ആ ഒരു ശ്രമത്തിലാണ് അയാൾ. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവളോട് ആ പാസ്വേഡ് ചോദിച്ച് മനസ്സിലാക്കി അയാൾ ആ പാസ്വേഡ് ഒക്കെ അടിക്കുന്നു. അതോടൊപ്പം തന്നെ ആ കമ്പ്യൂട്ടർ ഓൺലൈനിലേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ ഭൂമിയിലുള്ള ഓരോ എർത്ത് എഞ്ചിനും ഓൺ ആവാൻ തുടങ്ങി. അതെല്ലാം കൂടെ ഓൺ ആയി കഴിയുമ്പോൾ അതിങ്ങനെ പതുക്കെ സോളാർ സിസ്റ്റം വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ മൂവ് ആവുന്നത് കാണുമ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും സന്തോഷമായി. ഈ ഒരു അവസരത്തിൽ ഓരോ മനുഷ്യനെ അവരാക്കി മാറ്റിയ അവരുടെ സ്വന്തം സൗരയൂഥത്തിനോട് അവർക്ക് യാത്ര മാത്രമേ പറയാനുള്ളൂ. എല്ലാവരും തന്നെ അത് ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി, ഗുഡ് ബൈ സോളാർ സിസ്റ്റം. അപ്പോൾ ഇതാണ് 2023 ഇറങ്ങിയ ദ വാൻഡറിംഗ് എർത്ത് 2 എന്ന സിനിമയുടെ കഥ. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല, ഇനിയും ഈ കഥ ബാക്കി കിടക്കാണ്. ഇതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് 2019 ഇറങ്ങിയ ദ വാൻഡറിംഗ് എർത്ത് എന്ന സിനിമ. ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സിനിമ കൂടെ കാണാൻ ശ്രമിക്കുക.